നിങ്ങൾ പണം മുടക്കി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കണ്ടെത്താൻ കഴിയും. ഒരു സംശയമില്ല. അതിൽ 10ൽ നിങ്ങൾ അറിയേണ്ടത് 100 നടത്തിയാൽ 95 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിയാക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം കൂടി പറയാം, ആ പണം ഇറക്കുന്നതിലൊക്കെ കോംപ്രമൈസ് ചെയ്താൽ ശരിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായോ? ഇപ്പൊ ഇന്ന് താങ്കൾ അറിയേണ്ടത് PVNR സർവേ കൂടി വന്നിട്ടുണ്ട്. ഞാൻ താങ്കളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ അതിന്റെ സർവേ എടുത്താൻ പറയുമ്പോൾ ഞാൻ പറയും ഇത്ര എമൗണ്ട്. അപ്പൊ അവർ പറയും ഇത്ര എമൗണ്ട് അല്ല, അതിന്റെ പകുതി എമൗണ്ടിന് ചെയ്തു തന്നാൽ മതി, നിങ്ങളത് വെറുതെ ചെയ്തു തന്നാൽ എന്ന് പറയും. വെറുതെ നമ്മൾ ചെയ്തു കൊടുക്കൂല. എന്താ കാര്യം എന്നറിയോ? ഈ സാമ്പിൾ സൈസ് എടുക്കുന്നതിലും ആ സാമ്പിൾ കണ്ടെത്തുന്നതിലും കൃത്യമല്ലെങ്കിൽ ഈ സർവേ എന്ത് ചെയ്യാം, തെറ്റാ. മനസ്സിലായി? സർവേ തെറ്റാ. സാമ്പിൾ എടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. അതായത് കൃത്യമായിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ ശരിക്കും പറഞ്ഞാൽ 300-350 സാമ്പിൾ എടുത്താൽ മതി. മനസ്സിലായോ? അല്ലാതെ 10,000 പേരെ എടുക്കണ്ട. 350 സാമ്പിൾ എടുത്താൽ പോലും കൃത്യമായിരിക്കും. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, 350 എടുക്കുന്നത് ആളുകൾ ഏതാണെന്ന് കണ്ടെത്താൻ നമ്മളൊരു 2,000 പേരെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. ആ 2,000 പേരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, അതായത് ഇത് പോണ ആളുകൾ തരുന്ന ഇൻഫർമേഷൻ പോലും തെറ്റാണെങ്കിൽ പരിപാടി തകർന്ന് തരിപ്പണം വയ്ക്കും. അതുകൊണ്ട് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടണം. അല്ല, ചിലവര് മനസ്സിലുള്ളതല്ല പറയുന്നത്, മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ഓപ്പോസിറ്റ് പറയും. ഓപ്പോസിറ്റ് പറയാൻ പറ്റില്ല. ഇതിൽ എന്താ കാര്യം എന്ന് അറിയാം, താങ്കളോട് കാര്യം പറയാൻ പറ്റില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളോട് 10 ചോദ്യം ചോദിക്കുമ്പോൾ 10 ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കോൺട്രാഡിക്ഷൻ വരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാണ് LDF ജയിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു, പക്ഷെ ഇവിടത്തെ MLA അയാൾ ഒരു കൊള്ളൂലെന്ന് എന്ത് ചെയ്തു പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വോട്ട് LDF-നായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പൊ MM ലോറൻസ് ഇവിടെ മത്സരിച്ചിരുന്നു തൃപ്പൂണിത്തുറയിൽ. അപ്പൊ MM ലോറൻസിന് വേണ്ടി ചുവരെഴുതിക്കൊണ്ടിരിക്കുന്നവന്ന് തന്നെ പറയുന്നത് MM ലോറൻസ് അയാൾ വെറും കഞ്ഞിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പോലും കിട്ടില്ല. ഇതിന്റെ ഒരു കോമഡി കൂടി പറഞ്ഞുതരാം. MM ലോറൻസ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, MM ലോറൻസ് റെയിൽവേ സ്റ്റേഷനിൽ അത് വണ്ടിക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം നേരെ ഒരു ഓട്ടോ പിടിച്ച് കലൂരുള്ള വീട്ടിലേക്ക് പോവാണ്. അപ്പൊ കലൂരിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അയാൾ ചോദിച്ചു ലോറൻസ് ചോദിച്ചു എന്തൊക്കെയുണ്ട്, ഇലക്ഷനൊക്കെ അല്ലേ, എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ സാറേ ഞാൻ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. അപ്പൊ തൃപ്പൂണിത്തുറയിൽ എങ്ങനെയാണ്, ഞാൻ LDF ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം, പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സാറേ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വെറും കഞ്ഞിയാണെന്ന്. ആരോട്? പുള്ളിയെ മത്സരിക്കണ. പുള്ളി തിരുവനന്തപുരം വരെ പോയിട്ട് തിരിച്ചു വന്നാണ്. അപ്പൊ പുള്ളിയോട് പറഞ്ഞ് MM ലോറൻസിന്റെ എന്നോട് പറയണേ ഞങ്ങളുടെ അവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വെറും കഞ്ഞിയാണ്, അതുകൊണ്ട് ജയിക്കില്ലെന്ന് പറയണം. ഇറങ്ങിക്കഴിഞ്ഞിട്ട് പുള്ളി ചോദിച്ചു സാറിന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ താങ്കൾക്ക് എന്നെ അറിയാം എന്ന് പറഞ്ഞു MM ലോറൻസ്. അപ്പൊ എന്താന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞ കഞ്ഞിയില്ല, അത് ഞാനാണ് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കും. ഓട്ടോറിക്ഷക്കാരൻ സോറി പറഞ്ഞു. പുള്ളി പറഞ്ഞു അതും കുഴപ്പമില്ല, നിങ്ങൾ സത്യം പറഞ്ഞാന്ന് പറഞ്ഞു. ആ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് K ബാബു ജയിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ വളരെ ബുദ്ധിപരമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടും.